നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർസ് 2 കാറ്റഗറിയായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. ഒന്ന് ഓപ്പൺ സോഴ്സ്, 2 ക്ലോസ്ഡ് സോഴ്സ്. ക്ലോസ്ഡ് സോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സ് ക്ലോസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ അല്ല, അത് പബ്ലിക്കിൽ ആർക്കും കാണാൻ കഴിയില്ല. അത് ആരാണോ ഡെവലപ്പ് ചെയ്തത് അവർക്ക് മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ. അതേപോലെ ക്ലോസ്ഡ് സോഴ്സ് എന്ന് പറയുന്നത് കൂടുതലും പ്രീമിയം സോഫ്റ്റ്വെയർസ് ആയിരിക്കും. നമുക്ക് പൈസ കൊടുത്ത് വാങ്ങി യൂസ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് അഡോബ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ കോഡ് ആ കമ്പനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അവർ മാത്രമേ ഡെവലപ്പ് ചെയ്യുള്ളൂ. ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് ആരെങ്കിലും ചെയ്ത് പബ്ലിക്കായിട്ട് ആക്സസ് കൊടുക്കുന്ന സോഫ്റ്റ്വെയർസാണ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്. ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ കോഡ് പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആർക്കും അത് മോഡിഫൈ ചെയ്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പി ചെയ്ത് നിങ്ങളുടേതായ വേർഷനാക്കി മാറ്റി നിങ്ങൾക്ക് സെയിൽ ചെയ്യാനോ യൂസ് ചെയ്യാനോ പറ്റും. അതാണ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്. ഈ ഓപ്പൺ സോഴ്സിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും, കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂഷൻസ്. ഒരുപാട് പേര് കോൺട്രിബ്യൂട്ട് ചെയ്യും. വലിയ വലിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം നിങ്ങളൊരു നല്ലൊരു ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, അത് ഓപ്പണായിട്ട് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, അവരത് ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ മാത്രമല്ല ഡെവലപ്പ് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റിയിലുള്ള ഡെവലപ്പേഴ്സ് എല്ലാവരും ജോയിൻ ചെയ്യും അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഫേമസ് പ്രോജക്റ്റ് ആവും. കൂടുതൽ ഫീച്ചേഴ്സ് വരും, ഫങ്ഷനാലിറ്റീസ് വരും. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിലും പകരം ഓപ്പൺ സോഴ്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ സോഴ്സ് ആക്കി കഴിഞ്ഞാൽ ഒരു പ്രീമിയം ആയിട്ട് നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഫേമസ് ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റിനുള്ള എക്സാമ്പിൾസ് ആണ് ലിനക്സ്, ഗിറ്റ്, MySQL, Node.js, ഡോക്കർ, MongoDB, സെലീനിയം. ഇതൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിച്ച കോഡ് ഉണ്ടല്ലോ, ഒരു പ്രോഗ്രാം, അതിനാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഓപ്പൺ സോഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് മുഴുവനായിട്ട് നമ്മൾ കോഡ് എഴുതി ഉണ്ടാക്കണം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റീസ് നമ്മൾക്ക് കിട്ടും. സ്നിപ്പെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് നമുക്ക് കിട്ടും. ആ കോഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള നമ്മളെ ഐഡിയ എന്താണോ ആ ഐഡിയയുമായിട്ട് സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷനാലിറ്റി ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാം, ഒരുപാട് മണി സേവ് ചെയ്യാൻ പറ്റും.